ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു നൈറ്റി നെക്ക് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നൈറ്റിക്കും കുർത്തിക്കും ഒക്കെ വയ്ക്കാൻ പറ്റും. ഇതുപോലെ ലേസ് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഓൾറെഡി ഞാൻ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ്. വിടുത്തെടുത്തിട്ടുള്ളത് 4.5, 2 മടക്കിൽ 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ നെക്ക് ഞാൻ ഇതിന് മുന്നേയും ഇട്ടിട്ടുണ്ട്. വിടുത്തൂടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് നെക്ക് വരച്ച് കൊടുക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ 3 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാം. നമുക്കിപ്പോൾ സ്ക്വയർ വീതി കുറവ് മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കാം. ഇത് ഞാൻ ക്യാൻവാസ് തുണിയിൽ അയൺ ചെയ്തിട്ട് സൈഡെല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. നൈറ്റിയുടെ നല്ല പുറത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ടിട്ട് ആ സെയിം പൊസിഷനിൽ നെക്ക് കട്ട് ചെയ്തത് വെച്ചിട്ട് പിന്നു കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2 സൈഡിലാണ് ഞാൻ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും സൈഡ് ഭാഗവും വരുന്നില്ലെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പിന്നു കുത്തി കൊടുക്കാൻ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനു മുമ്പും ഒരുപാട് നെക്ക് ഡിസൈൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനലിൽ കയറി നോക്കുക. എന്നിട്ടൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അരികു വശം ചേർത്ത് തയ്ച്ചെടുക്കുക. ഇത് നമ്മൾ അയൺ ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഈ താഴേക്ക് വരുന്ന ഭാഗവും മേലത്തെ ഭാഗവും തമ്മിൽ തെറ്റരുത്. കാരണം നമ്മൾ ബ്രിഡ്ജ് ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന കാരണം ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ചോക്ക് വെച്ചിട്ട് താഴേക്ക് വരുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് 1/4 ഇഞ്ച് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നോച്ചസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തയ്യലുമ്പോൾ തട്ടരുത്. തയ്യലുമ്പോൾ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചിട്ടുള്ള നൂല് കട്ടായി പോവും. പിന്നീട് തയ്ച്ചെടുക്കുമ്പോൾ അത് മെഷർമെൻറ്റിലെല്ലാം വ്യത്യാസം വരും. പിന്നെ ഇതിങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇതൊന്ന് കൈ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ച് ഒന്ന് ഒപ്പാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഏത് നെക്ക് തയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തുണി ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കും. കോർണർ എത്തുമ്പോൾ തിരിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്വയർ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്വയറിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ സ്ക്വയറിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇത് നടു മടക്കിയിട്ട് ഇതിവിടെ ഓൾറെഡി മടങ്ങിയിട്ടുള്ള ലൈൻ ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നടു ഒന്ന് കറക്റ്റ് മടക്കി ഒന്ന് അയൺ ചെയ്തെടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അവിടെയും ഒരു മാർക്ക് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലേസ് എത്ര ലെങ്ത്തിലാണോ വെച്ച് കൊടുക്കേണ്ടത് അത് നോക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഷോൾഡർ മുതൽ താഴേക്ക് 15 ഇഞ്ച് ലെങ്ത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരയിലെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ലേസ്
ഇങ്ങനെ ഒന്ന് കോർണറായിട്ട് മടക്കി കൊടുക്കുക. ഈ കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ മടക്കണം. എന്നിട്ട് ഇങ്ങോട്ട് ചെരിച്ച് ഇതൊന്ന് ലോക്ക് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് തിരിച്ച് ആ സെയിം പോയിന്റിൽ തന്നെ എത്തുമ്പോൾ ലേസും നൈറ്റിയും കൂടെ അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ട കറക്റ്റ് ആ ഒരു കോർണർ നല്ല നീറ്റിൽ കിട്ടും. ഈ കോർണറിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ഇതിങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്നിവിടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത് നമ്മൾ ഈ സൈഡിൽ വീണ്ടും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കും. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ വരയിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഭാഗത്തെത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് തയ്ക്കാം. ഇനി അടുത്ത ഭാഗം നമുക്ക് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഈ എൻഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് ഇതിനൊപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ലോക്ക് ചെയ്ത് തയ്ച്ചിട്ട് മേലേക്ക് തയ്ച്ച് വരിക. ഈ ഭാഗം എത്തുമ്പോൾ എൻഡ് ഭാഗം എത്തുമ്പോൾ ഇതാ ഈ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഒരു ഞൊറിവ് പോലെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ച് കൊടുക്കുക. ഇനി അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഈ കോർണർ എത്തുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എക്സ്ട്രാ ലേസ് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുക. ഈ ഫ്ലവറിൻ്റെ ഭാഗം ഒരുപാട് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ കയ്യിലുള്ള ലേസിനനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇതേ രീതിയിൽ തന്നെ ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കോർണറൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമ്മൾ സ്ലീവിലും ചെയ്ത് കൊടുക്കുക. ഇതാ ഞാൻ സ്ലീവിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഷോൾഡറൊക്കെ കൂട്ടി നൈറ്റ് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.